പ്രിയമുള്ളവർ, പിന്നെ റമദാനായിട്ട് എന്നോട് കുറേയൊക്കെ ചോദിച്ചു വ്ളോഗൊന്നും ചെയ്യണില്ലേ, ഒക്കെ നിർത്തി വെച്ച് ചോദിച്ചു. റമദാനായിട്ട് നമ്മൾ അതിൻ്റെ പവിത്രതയും ഇതൊക്കെ നമ്മൾ കാത്തു സൂക്ഷിക്കണമല്ലോ. പിന്നെ കാര്യമായിട്ട് നമ്മൾ നല്ലതാണ് ചെയ്യൽ. ആവശ്യമില്ലാത്ത ലമ്പാട് ഇങ്ങനെ കെട്ടി വലിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മൾ ചെയ്യലില്ല. ആളുകൾക്ക് ഉപകാരമുള്ളതാണ് എപ്പോഴും ചെയ്യൽ. അപ്പോൾ നമ്മൾ പണ്ടൊക്കെ നമ്മൾ കുട്ടികളെ ഒരു ഉപകാരമുള്ള കാര്യം പറയാം കേട്ടോ. പണ്ടൊക്കെ നമ്മൾ കുട്ടികളെ നമുക്ക് സ്കൂളിൽ പറഞ്ഞേക്കുമ്പോൾ നിങ്ങൾ പഠിക്കണം കേട്ടോ, മോൻ പഠിക്കണം, ടീച്ചർ എഞ്ചിനീയറോ പോലീസൊക്കെ ആയിട്ട് വക്കീലൊക്കെ ആയിട്ട് നല്ലൊരു പുറത്തിറങ്ങണം എന്നൊക്കെ നമ്മൾ കുട്ടികളെ പഠിക്കാൻ പറഞ്ഞേക്കൽ. എന്നാൽ കാലം നേരെ തിരിച്ചു വന്നിട്ടോ. പടച്ചോനെ എൻ്റെ കുട്ടി നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ അതേമാതിരി തിരിച്ചു വന്നാൽ മതി. ഇനി നല്ല ബോധത്തോടെ കള്ളും കഞ്ചാവൊന്നും ഇല്ലാത്ത ഒരു നല്ല വ്യക്തിത്വമായി കിട്ടിയാൽ മതി. കഴിഞ്ഞിട്ട് എൻ്റെ കുട്ടി പഠിക്കും തോറും നടക്കാൻ നമ്മൾ ചിന്തിക്കണത്. കാലം അത്രത്തോളം അത് പതിച്ച് 2025-26 ആയപ്പോഴത്തേന്. അതുപോലെ തന്നെ നമ്മൾ പണ്ടൊക്കെ കുട്ടീനെ സ്കൂൾക്ക് പറഞ്ഞേച്ചിനി കൈ പിടിച്ചിക്കാണ്ട് വഴി തെറ്റാതെക്കാൻ. അതേമാതിരി തന്നെ ഇപ്പം 10ാം ക്ലാസ് എക്സാം കഴിഞ്ഞപ്പം വഴി തെറ്റാതെക്കാൻ വേണ്ടി കുട്ടികളെ കൈ പിടിച്ചുകൊണ്ട് തന്നെ അവസ്ഥ. രക്ഷിതാക്കൾ പോകണം എക്സാം കഴിഞ്ഞിട്ട് കൊണ്ടുവരാൻ. ഒന്ന് ചിന്തിച്ചു നോക്കിയാണ്. ഇപ്പം ഏതോ കോട്ടയത്തോ ഇനി ഇടുക്കിയോ പത്തനംതിട്ട ഏത് ജില്ല അറിയില്ല, എക്സാം കഴിഞ്ഞിട്ട് 10ാം ക്ലാസ്സിലെ കുട്ടികൾ പേട്ടത് എന്താ പറയുക, കള്ള് കുടിക്കാൻ ഓലെ ബാഗിൽ ചെറിയ കുപ്പിയൊക്കെ വെച്ചുകാണ്ട് ഒരു എൻജോയ് ചെയ്യാൻ. അതിൽ ഒരുത്തുണ്ടല്ലോ ഓല അമ്മൻ്റെതോ അമ്മൂമ്മൻ്റെതോ ഇട്ടൊരു മോതിരൊക്കെ വിറ്റിക്കാണ്ട് 10,000 റുപ്യ. ടീച്ചർക്ക് എന്തൊരു പന്തിക്കേട് തോന്നിയപ്പോൾ ചെക്ക് ചെയ്തതാണ്, അതിൽ പിടിച്ച്. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പം നമ്മളെ കുട്ടികളെ നല്ല കുട്ടികളെ വാർത്തുക, വളരട്ടെ. ഞാൻ എൻ്റെ കാര്യമായിട്ട് പറഞ്ഞത് എല്ലാവരും നമ്മൾ ശ്രദ്ധിക്കുക. ഇതേമാതിരിയുള്ള നല്ലൊരു വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരും. ഓക്കെ, താങ്ക് യു.